സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യ മത്സരത്തിൽ അപ്രതീക്ഷിത അതിഥികളെത്തി. ചലച്ചിത്ര താരം നർത്തകരുമായ ആശാ ശരത്തും നിഖില വിമലുമാണ് മത്സരാർത്ഥികൾക്ക് പ്രചോദനമായി എത്തിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ ഭരതനാട്യം മത്സരം നടക്കുന്ന ജയൻ സ്മൃതി വേദിയിൽ ആദ്യമെത്തിയത് ആശാ ശരത്താണ്. മത്സരം പുരോഗമിക്കവേ എത്തിയ താരത്തെ കണ്ടപ്പോൾ കലോത്സവത്തിനെത്തിയവർ ഹാപ്പിയായി. മകളും നടിയുമായ ഉത്തരയ്ക്കൊപ്പമാണ് ആശ വന്നത്. സദസ്സിൽ കാണികൾക്കൊപ്പം നല്ല കലാ ആസ്വാദകയായി ആശാ ശരത്തിരുന്നു. അല്പനേരം കഴിഞ്ഞ് ചലച്ചിത്ര താരം തന്നെയായ നിഖില വിമലുമെത്തി. രണ്ട് താരങ്ങളും ഒരുമിച്ചിരിക്കുന്നത് കണ്ടതോടെ മത്സരാർത്ഥികളും കാണികളും തമ്മിൽ പിന്നെ അവർക്കൊപ്പം സെൽഫി എടുക്കാനുള്ള മത്സരമായി. അതിനിടെ നിഖിലയും അമ്മ കലാമണ്ഡലം വിമലാദേവിയും സദസ്സിന്റെ രണ്ടു ഭാഗങ്ങളിലായി ഇരുന്ന് നടത്തിയ ആംഗ്യഭാഷാ സംസാരം കേരള വിഷൻ ന്യൂസ് ക്യാമറ പേഴ്സൺ ജിഷ്ണുവിന് മികച്ച ദൃശ്യവിരുന്നായി മാറി. നിഖിലയും ആശാ ശരത്തും കേരള വിഷൻ ന്യൂസിനോട് സംസാരിച്ചപ്പോൾ കൊല്ലം കലോത്സവത്തിന് നൽകിയത് മികവിന്റെ എ ഗ്രേഡ്. വന്നിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഇന്ന് ഇത്രയും ആൾക്കാരെ സ്റ്റേജിലൊക്കെ കാണുമ്പോൾ നമുക്കതൊരു വേറൊരു മൊമെന്റ് ആണല്ലോ. നമുക്ക് എപ്പോഴും നമ്മൾ ഇനി എപ്പോഴും നമ്മളുടെ ഒരു ഓർമ്മയായിരിക്കും. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും കുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡ് കൂടുന്നതും അതിനോടുള്ളൊരു ഉപാസന കൂടുന്നതും കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയാണ് ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നത്. മത്സരാർത്ഥികളെ മനം നിറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചും സെൽഫിക്കായി വന്നവരെ നിരാശരാക്കാതെയും ഇരു താരങ്ങളും കൊല്ലത്തിന്റെ ഹൃദയം കവർന്നു. ഈ കലോത്സവം കൂടുതൽ മനോഹരമാകുന്നത് കലാരംഗത്തുകൂടി കടന്നു വന്ന നൃത്തവേദികളിലൂടെ കടന്നു വന്ന ഈ രണ്ട് കലാകാരിമാരിൽ കൂടിയാണ്. ആശാ ശരത്തും നിഖില വിമൽ ഉദ്ഘാടന മേളയിലെ അതിഥിയായി എത്തി. ഒപ്പം തന്നെ ആശാ ശരത്ത് സ്വാഗതഗാനം അതിൻ്റെ നൃത്താവിഷ്കാരം നടത്തുകയും ചെയ്തു. എന്തായാലും ഈ കലോത്സവത്തിൻ്റെ മാറ്റുകൂടിയാണ് അവർ. കൊല്ലത്തെ കലോത്സവ വേദിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനും നിഖില വിമലിനും ആശാ ശരത്തിനുമൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്.